welcome them. Hi, hello, and welcome to the Bloody Fool Idiot Non-Stop Nonsense Waste Actor പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഈ ഷോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കണ്ടക്ടേഴ്സും കണ്ടസ്റ്റൻസും സിനിമാ താരങ്ങളും ഗായകരും സിംഗേഴ്സും പാട്ടുകാരും മ്യൂസിഷ്യൻസും ഒക്കെയാണ്. ഈ ഷോ മറ്റുള്ള ഷോയിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ്. ഈ ഷോയിൽ ഞങ്ങൾ ഒന്നാം സമ്മാനമായി നൽകുന്നത് കോൺട്രിബ്യൂഷൻ ഗ്രൂപ്പ് നൽകുന്ന 50 lakhsന്റെ മനോഹരമായ ഒരു ഫ്ലാറ്റ് ആണ്. രണ്ടാം സമ്മാനം ആ ലൂക്കോസ് മുതലാളിയും കുടുംബവും നൽകുന്ന 5 കിലോഗ്രാമിന്റെ ഗോൾഡ് ആണ്. അപ്പൊ ഈ ഫൈനൽ മത്സരം വിലയിരുത്താനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജഡ്ജസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രശസ്തനായ ബ്യൂഗിൾ വിദഗ്ധൻ, the honored only, the hero, ഗുരുവായൂർ സ്റ്റീഫൻ. അടുത്ത ആളിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രശസ്ത തുകൽ വാദ്യ വിദഗ്ധൻ, ചെണ്ട വിദ്വാൻ, ഉണ്ടന്നൂർ കണ്ഠരര് ശ്രീകണ്ഠരര് രന്തര്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആഹാ എപ്പ എവിടെ ആഹാ വന്നോ അപ്പോ സാർ ഈശോയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് അറിയാവോ? അഞ്ചപ്പം കൊണ്ട് 5000 പേരെ സംതൃപ്തനാക്കി. ഹല്ലേലൂയ കാനായിലെ വെള്ളത്തിന് വീഞ്ഞാക്കി കുരുടന് കാഴ്ച നൽകി. ഹല്ലേലൂയ. അയ്യോ നോട്ടി നോട്ടി നോട്ടി. ഈ ഷോയുടെ അതായത് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അറിയില്ല ഈ ഷോയിലെ എല്ലാ കണ്ടസ്റ്റൻസും മത്സരാർത്ഥികളാണ്. അതൊരു വെറൈറ്റി ആണല്ലോ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗസലുകളുടെ ചക്രവർത്തി, the one and only ഹരിഹരൻ. കൃഷ്ണ നീ വേഗനേ ബാരോ കൃഷ്ണ നീ വേഗനേ ബാരോ. So come down and help us save all the little ones. They need a teacher and you are the only one. Krishna ni begane baro. ഓ നന്നായിരുന്നു. അപ്പൊ നമുക്ക് ജഡ്ജസിനോട് അഭിപ്രായം ചോദിക്കാം. സാർ എങ്ങനെയുണ്ടായിരുന്നു ഹരിഹരൻ സാറിന്റെ സോങ്? ഇത് യമൻ കല്യാണിയല്ലേ? അയ്യോ ഞാൻ സ്റ്റീഫൻ ആണ്. സ്റ്റീഫൻ കല്യാണി അല്ല. അതല്ല, രാഗത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. കൃഷ്ണ നീ ബേഗനെ ബാരോ. എന്താ മനസ്സിലായത്? ആ ബാറോ അത് മനസ്സിലായി. ജഡ്ജസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. നല്ല കീറ. ബേഗനെ ബാറോ എന്ന് കൈ കാണിച്ച കണ്ട. ഓ ബാറിലോട്ട് വരാൻ. ഓ താങ്ക് യു സാർ, താങ്ക് യു താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാളികളുടെ ഭാവഗായകൻ, പാവഗായകൻ ജയചന്ദ്രൻ on the stage. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞുതുള്ളികൾ കഴുകിയൊഴുകും മധുരഹേ മന്ദം. പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ. എങ്ങനെയുണ്ടായിരുന്നു സാർ ഈ പാട്ട്? നന്നായിരുന്നില്ലേ? ഇത്രയും വർഷം കിടന്ന് പാടിയോണ്ടായിരിക്കും പൂത്ത കാശ് കാണും കയ്യിലല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഇല്ലേ പിന്നെ ചന്ദനത്തിലൊക്കെ കടയെടുക്കാന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപ വേണമെന്ന്. ഞാനിവിടെ സിറ്റിയിൽ ഒരു മുറുക്കാങ്കട എടുക്കാൻ നോക്കിയിട്ട് കാശ് തികയുന്നില്ല. അയ്യോ അത് കടയെടുത്തെന്നല്ല, പിന്നെ കടഞ്ഞെടുത്തെന്ന്. അടുത്ത ആളിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാള സിനിമയിലെ ആദ്യത്തെ
സാറിന് നൊന്നനോ. അയ്യോ, അപ്പൊ ഞാൻ ഒരു ക്ലൂ കൂടെ തരാം. ഈ നടൻ അങ്ങാടിയിലുണ്ട്, കോളിളക്ക എന്നാ പറ ആരാ? ഓ നശിപ്പിച്ച്. കുട്ടി ഉദ്ദേശിച്ചത് അങ്ങാടി, കോളിളക്കം, കരിമ്പനയിലേക്കുള്ള ആ നടൻ അല്ലേ? അതെ യു ഗോട്ട് ഇറ്റ്. പറ സാറേ പറ. ബോബി കൊട്ടാരക്കര. ഇനി ഞാൻ തന്നെ പറയാം. The one and only ജയൻ. കസ്തൂരി മാൻമിഴി മലസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ, സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. അയ്യോ, ജയൻ സാർ ഇവിടെ ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അപ്പോ നമുക്ക് അടുത്ത കണ്ടസ്റ്റൻസിനെ സ്വാഗതം ചെയ്യാം. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായ കണ്ടസ്റ്റന്റ് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവയുടെ എല്ലാ മേഖലയിലും കൈവച്ച ഒരാളാണ്. The one and only ലോഹിത ദാസ്. ഞാനും എന്നോനവും സന്ധിയും സാക്ഷിയ കണ്ണുനീർ പാതയിൽ കാലമോ കാവലായി മായുന്നോ പകൽ നീളുന്നോ നിഴൽ. നമുക്ക് ഈ പുള്ളിക്ക് അങ്ങ് ഫസ്റ്റ് കൊടുത്താലോ? എന്തിന്? സംവിധായകനാ. ചിലപ്പോ അടുത്ത സിനിമയിൽ ചാൻസ് തരും. കിട്ടത്തില്ല. അത് നിനക്കങ്ങനെ അറിയാം? ഞാൻ പുള്ളിയുടെ ലൊക്കേഷനിൽ കുറെ കയറി ഇറങ്ങി നടന്ന അവസാനം എന്നിലെ പ്രതിഭയെ പുള്ളി തിരിച്ചറിഞ്ഞിട്ട് പുള്ളി എന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്തോന്ന്? എടാ, ഈ മരമോദം വെച്ചോണ്ട് അഭിനയിക്കാൻ നടക്കാതെ വല്ല വാർക്കപ്പടിക്കും പോയി കുടുംബം പോറ്റടാന്ന്. അടുത്ത കണ്ടസ്റ്റന്റ് തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഒരു താരമാണ്. അദ്ദേഹം രാജസേനൻ ചിത്രങ്ങളിൽ സ്ഥിരമായി ഗൗണ്ടർ വേഷം ചെയ്യുന്ന ഒരു കൗണ്ടമണി അല്ല, കലാഭവമണി. ഇയാളൊന്നും ചുമ്മാ ഇരിക്കുവോ? ഒന്നാമത് ആ കൊച്ചു തെയ്യാനെ നിൽക്കണം. അതിനൊന്ന് പറയാൻ സമ്മതിക്ക്. കൊച്ചു പറ. ഗൗണ്ടർ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിനോദ് ചക്രവർത്തി. ஊரு சனம் ஓடி வந்து சேரு, நம்ம கவுண்டருக்கு பிறந்த நாள் பாரு, காலடியில் பூவெடுத்து போடு, எதிர்காலம் நல்ல காலம் என்று பாடு. മുത്തുമണി കൊത്തി വരും പൈങ്കിളിയെ പാൽമൊഴിയെ എന്നാനം പാടാൻ പോരാമോ? അല്ലിമുകിൽ തേരിറങ്ങും മാരിവില്ലിൻ കിന്നരിയിൽ സിന്ദൂരം ചാർത്തി ചെമ്മാനം. ഓ, വിനോദ് ചക്രവർത്തി അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. ഇനി അടുത്ത കണ്ടസ്റ്റന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികൾക്ക് കിട്ടിയ ആ അത്ഭുത പ്രതിഭ, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം ആരാണെന്ന് പറയാമോ? ഓ ഫാസിൽ അല്ലടാ, ശങ്കർ. ഓ, ജഡ്ജസ് പൊട്ടി തെറ്റി വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ലാലേട്ടൻ. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു, കളഭ കുങ്കുമം കണ്ടു ഞാൻ. മധുര മധുരമൊരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു, കളഭ കുങ്കുമം കണ്ടു ഞാൻ. ഓ, ലാലേട്ടൻ ഇവിടെ വന്ന് ആഴ്ചപ്പോഴ്ച ഇവിടെ എല്ലാവരും ഓളം ഉണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. നെക്സ്റ്റ് കണ്ടസ്റ്റന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മസിലുകളുടെ രാജകുമാരൻ, the one and only ഭീമൻ രഘു. Open Gangnam Style. Gangnam Style.
Oppan Gangnam Style. Gangnam Style. Oppan Gangnam Style. Hey, sexy lady. Oppan Gangnam Style. Hey, sexy lady. Oppan Gangnam Style. സാറന്മാര് രഘുചേട്ടന്റെ പെർഫോമൻസിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെയുണ്ട്? റിമി ടോമിയുടെ ഗാനമേള കഴിഞ്ഞതുപോലെയുണ്ട്. ഈ മനസ്സിലായില്ല സാർ എന്താ ഉദ്ദേശിച്ചേ? പാട്ടും ഡാൻസും കോമഡിയും എല്ലാം കൂടെ ഒറ്റ സ്റ്റെപ്പിലല്ലേ അലക്കിയിട്ടിട്ട് പോയത്. കരിമ്പും കാട്ടിൽ ആന കയറി ഇറങ്ങിയതുപോലെ. അപ്പൊ നമ്മുടെ ഷോ ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി ഒരു കണ്ടസ്റ്റന്റേ ഉള്ളൂ. അദ്ദേഹം അണിയറയിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ എത്തും. അതിനു മുൻപ് ജഡ്ജസിന്റെ വിലയേറിയ പ്രകടനം കാണാൻ പ്രേക്ഷകരെ പോലെ തന്നെ എനിക്കും അതിയായ ആഗ്രഹമുണ്ട്. സാറന്മാരെ പ്ലീസ്, ആദ്യം നമുക്ക് ശ്രീ ഗുരുവായൂർ സ്റ്റീഫൻ സാറിന്റെ ആ ബ്യൂഗിൾ വായന ഒന്ന് കേട്ടാലോ? അയ്യോ പ്ലീസ്, ഞാൻ ഈ ദൃശ്യമാധ്യമങ്ങളിൽ എന്റെ ബ്യൂകൾ അങ്ങനെ വായിക്കാറില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയല്ലേ, വായിച്ചു തള്ളിക്കൂടാ. നിങ്ങളൊക്കെ നിർബന്ധിച്ച സ്ഥിതിക്ക് ഞാൻ അത് വായിക്കാം. അകാലത്തിൽ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയ എന്റെ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ വായിക്കുകയാണ്. ദേവി അമ്മേ കാത്തുകൊള്ളുക. എന്തുവാടേ ഇത്? ബ്ലൂളി എന്തോ ബ്ലൂളി ബ്ലൂ കിളി എങ്ങനെ ബ്ലൂ കിളി ബ്ലൂ കിളി നിന്റെ കൊത്തും. ഉടായ്പും കൊണ്ട് ഇറങ്ങിയിരിക്കുക. ഹലോ, ഒറ്റ കൈ കൊണ്ട് ഞാൻ ചെണ്ട വായിച്ച് കേൾപ്പിക്കാം. പ്രേക്ഷകർ അങ്ങനെയെങ്കിലും കോരിത്തരിക്കട്ടെ. വാവ്, സാറിന്റെ ചെണ്ട കൊണ്ട് കേൾക്കാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. ബാബു സാറിന്റെ ചെണ്ടേ? അയ്യോ വാവ്, അത് ഞങ്ങളുടെ ഒരു സ്റ്റൈലാ. അപ്പൊ കണ്ടരേ, എന്തരേ? ആദിതാളം രണ്ട് കള ചൗക്കത്തില് ഒരു മുത്തായിപ്പ് അങ്ങോട്ട് കീറ. വാവ്, ജഡ്ജസ് നമ്മളെ അതിശയപ്പെടുത്തുന്ന അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതാരായിരിക്കും? ഞാനിരിക്കും. ഞാനും ഇരിക്കും. വരുന്നവര് നിന്ന് ചെയ്തിട്ട് പോയാ മതി. അയ്യോ, ആ കണ്ടസ്റ്റന്റ് ആരായിരിക്കുമെന്നാ ചോദിച്ചത്. ലജ്ജാവതി എന്ന് തുടങ്ങുന്ന ഒറ്റ ഗാനം കൊണ്ട് മലയാളികളുടെ മനസ്സിനെ കീഴടക്കിയ ആ അത്ഭുത പ്രതിഭ ജാസി ഗിഫ്റ്റ്. Every time I wanna see my girl. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴമ്പുവോ താമരത്താരോ തേനോ തേനിലാവോ മാമഴമുത്തോ മല്ലിക്കൊഴുന്തോ മീനോ മാരിവില്ലോ. വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടന്നത്. നമ്മുടെ ജഡ്ജസ് ഒന്നാം സമ്മാനത്തിന് അർഹനായ വ്യക്തിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പൊ ആ വിജയിക്ക് സമ്മാനം കൊടുക്കാൻ ഏയ്! എന്താ? ആരാ വിജയ്ക്ക് സമ്മാനം കൊടുക്കുന്നത്? പെർഫോം ചെയ്യാത്ത വിജയ്ക്ക് ഞങ്ങൾ എങ്ങനെ സമ്മാനം കൊടുക്കും? ഞങ്ങൾ അത്രയ്ക്ക് മണ്ടന്മാരാണോ? അയ്യോ സാറന്മാരെ അലമ്പുണ്ടാക്കല്ലേ. നിങ്ങൾ ഏത് വിജയുടെ കാര്യമായി പറയുന്നേ? തമിഴ്നാട് വിജയ്. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ആ വിജയ് അല്ല, വിജയി, വിന്നർ. അപ്പൊ ഞാൻ ഇനി ആ സസ്പെൻസ് അധികം വെച്ച് നീട്ടുന്നില്ല. ഒന്നാം സമ്മാനത്തിന് അർഹനായ ആ വ്യക്തിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മസിൽ മാൻ, the one and only ഭീമൻ രഘു. വാവ്, രഘു ചേട്ടാ, 50 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് ചേട്ടന് സ്വന്തമായിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ചേട്ടൻ എന്ത് പറയുന്നു? 50 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് എന്റെ പാർട്ടിക്ക് വേണം. അയ്യോ, ചേട്ടൻ എന്താ ഈ പറയുന്നേ? അങ്ങനെയാണെങ്കിൽ ആ ലൂക്കോസ് മുതലാളിയും കുടുംബവും നൽകുന്ന 5 കിലോ സ്വർണ്ണമെങ്കിലും സമ്മാനമായി വാങ്ങിക്കൂ. അങ്ങനെ ഇപ്പോ ആ മുതലാളി ഈ മുതലാളിയും കൂടി ഉണ്ടാക്കണ്ട. എനിക്ക് സ്വർണവും പുല്ലും ഒന്നും വേണ്ട. അയ്യോ, പിന്നെ ചേട്ടന് എന്താ ഞങ്ങൾ സമ്മാനമായി തരേണ്ടത്? ഈ പരിപാടി തുടങ്ങിയതിന്റെ അന്ന് മുതൽ ഞാൻ കണ്ണുവച്ച ഒരു സമ്മാനമുണ്ട്. ഒരു നിധി കുംഭം. അയ്യോ, അതേത് കുംഭം? നീ തന്നെ ആ കുംഭം. വാടി ഇവിടെ.